അപ്പോൾ ഞാനിന്ന് എൻ്റെ ഇക്കുവിൻ്റെ ബ്രദറിൻ്റെ മോൾക്ക് ഫാൻസി ഡ്രസ്സിന് ഒരുക്കാൻ വേണ്ടി പോയിക്കായിരുന്നു. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ ഞാൻ ആ ഫാൻസി ഡ്രസ്സിൻ്റെ തീമും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതായിരുന്നു. ഇപ്പോൾ കുറേ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നുണ്ട്. സ്ത്രീധനത്തിൻ്റെ പേരിലും മറ്റു കാര്യങ്ങളുടെ പേരിലും അടിച്ചമർത്തപ്പെട്ട് ആത്മഹത്യൻ്റെ വക്കിലെത്തുകയും ആത്മഹത്യ ചെയ്യുകയും എന്തെന്നില്ലാത്ത കാരണത്താൽ ജീവിതം ഒടുക്കുകയും ചെയ്യുന്ന ഒട്ടനവധി സ്ത്രീകളുണ്ട്. അവരെ പ്രതിനിധിയാക്കിയാണ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ ഞാൻ അങ്ങനെ ഒരു തീം എടുത്തത്. അതിൽ അവൾക്ക് പ്രൈസും കിട്ടി, അൽഹംദുലില്ലാ. അപ്പോൾ ഞാനത് ഒരു മറ്റേ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കപ്പെട്ട സ്ത്രീയായിട്ടായിരുന്നു അവളെ ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതറിയാണ്ട് എൻ്റെ ഇക്കുവിൻ്റെ ഉമ്മയും ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലുവിന് തന്നിട്ടുണ്ടായിരുന്നു. അതിവിടെ എത്തിയപ്പോൾ അവൻ കൈയിട്ട് വരൽ തുടങ്ങി. കൈയിട്ട് വരലല്ല, അവൻ്റെ സാധനമാണല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല. ഞാനാണ് അതിൽ നിന്ന് കൈയിട്ട് വരിയത് സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ വന്ന് ചോറ് കഴിച്ചു. കാരണം നല്ല ബീഫ് കറിയും സാലഡും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം വന്ന് ഞാൻ ചോറ് കഴിച്ചു. അതിൻ്റെ ഇപ്പോൾ ഒരു പൊറോട്ട ഇട്ട് കഴിച്ച് അങ്ങോട്ട് കഥമാക്കി ഈവനിങ് കഴിപ്പോഴാണ് ഞാൻ എത്തി. എന്നിട്ട് നല്ല സുഖനിദ്രയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.